അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥതയോടെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുഗ്രഹ പ്രാർത്ഥന. കർത്താവേ, നിന്റെ അവകാശവും ഓഹരിയുമാകുന്ന തിരുസഭയുടെ നീ കാരുണ്യം കാണിക്കണമേ. നിന്റെ വിശുദ്ധമായ തിരുരത്വത വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ മക്കള് നിന്റെ നാമത്തിന് ആശ്രയം അർപ്പിച്ചുകൊണ്ട് നിന്നെ നാഥൻ രക്ഷകനുമായി ഏറ്റുപറയുന്ന മക്കള് ഈ സമയം കണ്ണീരോടെ അങ്ങയുടെ തിരുസന്നിധി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ തിരുമുറവാഴ്ന്ന വലതുകരം മക്കളുടെ ശിരസ്സിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആരെല്ലാം എന്തെല്ലാം വേദനകൾ കൊണ്ട് ഈ വിഷയത്തിൽ ഈ സമയത്തെ ഹൃദയഭാരമുള്ളതാക്കുന്നുവോ ആ വിഷയങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കാനായിലെ കല്യാണവേദിയിൽ ജീവിത സാഹചര്യത്തിന് ഭൗതിക ബുദ്ധിമുട്ടുകൾ നേരിട്ട സമയത്ത് അത് എത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശോയുടെ ദൃശ്യനെ കൊണ്ടുവന്നത് പോലെ ആരെല്ലാം ഇപ്പോഴെല്ലാം എവിടെയെല്ലാം പ്രാർത്ഥന വ്യാപരിക്കുന്നു അവരുടെ ജീവിത ഭൗതിക അവസ്ഥകളെ പരിശുദ്ധമേ ദേവമാതാവേ ഈശോയുടെ ദൃശ്യനെത്തി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ ഓരോ മക്കളും ഇന്ന് ചെയ്യുന്ന ഓരോ ദൗത്യങ്ങളും ഉദ്യമങ്ങളും അത്യുത്സാഹപരമായി ചെയ്യുവാൻ അങ്ങയുടെ തിരുമുറവാഴ്ന്ന വലതുകരത്തിൻ്റെ പ്രത്യേക വിശേഷവിദ്യ അഭിഷേകത്താൽ മക്കളെ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇന്ന് കണ്ടുമുട്ടുന്ന പഠിക്കുന്ന പാഠങ്ങൾ, എഴുതുന്ന പരീക്ഷകൾ, ഒപ്പിടുന്ന രേഖകൾ എല്ലാം കർത്താവിൻ്റെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവ്, ഇതെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ജീവിതം കൊണ്ടല്ല, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശ് മരിക്കുകയും ഞങ്ങളെ സ്വന്തം ജീവനേക്കാൾ വലുതായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന അങ്ങനെ സ്നേഹത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ മുൾക്കിടത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ തിരുവാല മുറിവിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ മരക്കുരിശിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഗെത്സെമൻ്റെ തിരുവീഥികളിലൂടെ ജെറുസലേമിൻ്റെ തിരുവീഥികളിലൂടെ മുൾക്കിടം ചൂടിക്കൊണ്ട് ഒരു ചോരപങ്കെല്ലാം നടന്നുപോയ അങ്ങയുടെ സ്നേഹത്തിൻ്റെ മഹത്തായ സമർപ്പണത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ,
നിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്തതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ ഓർക്കാതിരുന്ന നിമിഷത്തെ ഓർത്തുകൊണ്ടും നിന്നെ ഓർത്തപോലെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഓർത്തുകൊണ്ടും ഇപ്പോഴും മാപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നെ ഞങ്ങളുടെ കരുണ കാണിക്കണമേ. കർത്താവേ, ശത്രുക്കൾ ഉഴുതു മറിച്ചത് നിന്റെ മുതുകിലാണല്ലോ എന്ന് ഞങ്ങൾ വായിക്കുമ്പോൾ കണ്ണ് നിറയുന്ന കർത്താവേ, അതേ ദൈവസ്നേഹത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ ആശ്രയിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവെ വേദനിക്കുവാനോ അബാൻഡൻ ചെയ്യാനോ ഇടയാക്കലെന്ന് പ്രാർത്ഥിക്കുന്നു. ഐ വിൽ നോട്ട് അബാൻഡൻ യു ഫോർ അറ്റ് എനി കോസ്റ്റ് എന്ന് പറഞ്ഞു കർത്താവെ. ആ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ മക്കൾക്കൊരു യോഗ്യതയില്ലെങ്കിലും കർത്താവെ, ഒരു യോഗ്യതയുമില്ലാത്ത മക്കളുടെ നിലനിൽപ്പിനായി പ്രാർത്ഥിക്കുന്നു, അതിജീവനത്തിനായി പ്രാർത്ഥിക്കുന്നു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലോകം മുഴുവനുമുള്ള ക്രിസ്തീയ വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കുന്നു, ലോകം മുഴുവനുമുള്ള ക്രൈസ്റ്റിനെ ഓണർ ചെയ്ത് ജീവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ സമാധാനം എവിടെയാണോ ലോകം മുഴുവനുമുള്ള ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുന്ന രീതിയിൽ, സമാധാനം സുസ്ഥാപിക്കുന്ന രീതിയിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഈശോയുടെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട, നമുക്ക് ശിരസ് സംബന്ധമായ, ശിരസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം, ഏറ്റവും വലിയ കേന്ദ്രം, ശിലാകേന്ദ്രം എന്ന് പറയുന്നത് ശിരസ്സാണ്. എല്ലാം നിയന്ത്രിക്കുന്നത് ശിരസിനെ കുറിച്ചാകുമ്പോൾ ബൈബിളും പറയുന്നത് ശിരസ് തന്നെയാണ് ശരീരത്തിന് ഏറ്റവും വലിയ അവയവം എന്നാണ്. ശിരസിനെ കുറിച്ച് 1-2 വചനങ്ങൾ നമുക്ക് വായിക്കാം. എന്നിട്ട് ഞാൻ ആ വിഷയം പറയത്തില്ല, വേറൊരു വിഷയം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതിൽ വായിക്കണം. നമ്മുടെ എഫെസ്യസ് 4:15 പ്രസ്തുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക്, ക്രിസ്തു ആരാണ്? ശിരസ്സാണ്. ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നത് നമ്മൾ വളരേണ്ടത്, വളർച്ച പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാപിക്കേണ്ടത് ക്രിസ്തുവിലേക്കാണ് നമ്മൾ വളരേണ്ടത്. ഇതിനോട് ബന്ധപ്പെട്ട വചനം കൂടിയുണ്ട് എഫെസ്യസ് 5:23. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. അതായത് ക്രിസ്തുവിനെ ശിരസ്സായിട്ടാണ്, സഭയുടെ ശിരസ്സാണ്. അപ്പോൾ ഞാൻ എന്ത് പറയാൻ കാര്യം വെച്ചാലേ, പ്രാധാന്യം കൊടുക്കുന്ന വിഷയങ്ങളിലൊന്ന് ഉടമ്പടി. ഇന്ന് എല്ലാ മനുഷ്യരും, എല്ലാ വിധത്തിലുള്ള മനുഷ്യരും ഉടമ്പടി എടുക്കുന്നുണ്ട്. പക്ഷെ ഉടമ്പടിയുടെ ശിരസ് എന്താ നിങ്ങൾക്കറിയാമോ? ഉടമ്പടിയുടെ ശിരസ് ക്രിസ്തുവാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക, അതാണ് ഉടമ്പടിയിലെ ആദ്യത്തെ ദൈവസ്നേഹ പ്രവർത്തനം. പ്രാസംഗികൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ ഇപ്പം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെക്കാളും വലുതാണ് ക്രിസ്തുവിനെ കൈമാറുന്നതെന്ന് പറയുന്നത്. അതായത് അത് കൈമാറ്റം ആണ് ഇതിൻ്റെ തലയെന്ന് പറയുന്നത്, ശിരസ്സെന്ന് പറയുന്നത്. ഉടമ്പടിയുടെ ശിരസ്സെന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കണം. അപ്പോൾ എല്ലാത്തിനും ഒരു ശിരസ്സുണ്ട്, സഭയ്ക്കൊരു ശിരസ്സുണ്ട്, അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിലേക്കാണ് എല്ലാവരും വളരണത്. ആത്മീയ വളർച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ദൈവാനുഗ്രഹത്തിൽ വളരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറേ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ട് തിന്ന് കൊഴുക്കുക, മതിച്ച് ചീർക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തുവിലേക്ക് വളരുക എന്ന അർത്ഥം. അപ്പോൾ അതാണ് സത്യസന്ധമായ ദൈവത്തെ അന്വേഷിക്കൽ. അപ്പം ശിരസ്സെന്ന് പറയണത്, ഇപ്പം ഉടമ്പടിയുടെ ശിരസ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൃദയമാണ് ഈ കാരുണ്യ പ്രവർത്തികളെന്ന് പറയണത്. അതിൻ്റെ കൈകളെ വിശ്വാസ പ്രഖ്യാപനമുണ്ട്, വിശ്വാസ പ്രയോഗമുണ്ട്. ഇത് നിൽക്കുന്ന കാലുകളെന്ന് പറയണത് എന്താണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. അപ്പോൾ നമ്മൾ സാക്ഷികളായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിൽ മാത്രമല്ല, ഈ കാലങ്ങളിൽ ദൈവത്തിൻ്റെ അരുളപ്പാടായ കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ അമ്മയുടെ സന്ദേശത്തിന് കൂടി സാക്ഷികളായിട്ടാണ് നമ്മൾ ഉടമ്പടിയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ പടിപടിയായി ഉടമ്പടി ജീവിച്ച് സുവിശേഷത്തിൻ്റെ മുന്നേറ്റം നടത്തി ക്രിസ്തുവാകുന്ന ശിരസിലേക്ക് വളരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഏത് വാഗ്ദാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതലേ വാഗ്ദാനം ഉണ്ടാവും. ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17:26 ഈ വാഗ്ദാനമുണ്ട്. 17:16 ഉൽപ്പത്തി പുസ്തകം 17:16 എടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
ശ്രദ്ധിക്കട്ടെ. ഞാൻ അവളെ അനുഗ്രഹിക്കും പറഞ്ഞ ഞാൻ അവളെ അനുഗ്രഹിക്കും, ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും. അവൾ ജനതകളുടെ മാതാവാകും. വാഗ്ദാനം കണ്ട. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇസഹാക്കിനെ കുറിച്ച് പറയണതാണ്. പക്ഷേ ഇസഹാക്കിനും സാറാക്കിനും യോജിക്കണില്ല. ഇത് യോജിക്കണത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ജനതകളുടെ മാതാവാകും എന്ന് പറഞ്ഞെങ്കിലും ഒരു കംപ്ലീറ്റ് പൂർണ്ണ മാതാവാകത്തില്ല അവർ. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അതിനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള മാനുഷികമായ ന്യൂനതകൾ ഭയങ്കരമാണ്. സാറയുടെ ഭാഗത്തുനിന്നായാലും ശരി. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ 17 ഒന്ന് വായിച്ചോളൂ. ജനസിസ് ഉൽപ്പത്തി 17:16 വായിച്ചോളൂ. ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും. അവൾ ജനതകളുടെ മാതാവാകും. അപ്പം ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും, അവൾ ജനതകളുടെ മാതാവാകും എന്നൊക്കെ പറഞ്ഞാലേ ഇത് പെട്ടെന്ന് മനസ്സിലാകണത് എന്താണെന്നറിയാവുക? ഇത് അമ്മയുമായി ചേർത്ത് വെച്ചാലേ പെട്ടെന്ന് മനസ്സിലാകത്തുള്ളത്. മറിയത്തിലൂടെ ദൈവം കൊടുത്തൊരു വാഗ്ദാനമാണിത്. അതറിയണമെങ്കിൽ ജനതകളുടെ മാതാവാകും എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പണ്ടൊരു പള്ളിയിൽ ഇരിക്കുമായിരുന്നു, 5 കൊല്ലം അവിടെ വികാരിയായിട്ടിരുന്നു. ആ പള്ളിയുടെ പേര് ദൈവജനമാതാവാണ്, ജനതകളുടെ മാതാവ്. അത് സഭയുടെ ഏറ്റവും വലിയൊരു സങ്കല്പമാണ്. ജനതകളാണ്, അല്ലാതെ ക്രിസ്ത്യൻസിൻ്റെ മാതാവ് എന്നല്ല പറയണത്. ജനതകളുടെ മാതാവാണ്, മനുഷ്യ മക്കളുടെ എല്ലാവരുടെയും മാതാവാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അമ്മയുടെ മക്കൾക്ക് വേണ്ടി, ജനതകൾക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കണമേ എന്ന് ഈ ആരാധനയിലൂടെ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധന. ഹല്ലേലൂയ. ഇനി ഇതന്നെ അവളിലൂടെ അവൾ നിനക്കൊരു പുത്രനെ വായിച്ചോളൂ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം ആരാധന. ഹല്ലേലൂയ. മഹത്വം ആരാധന. ഹല്ലേലൂയ. അതായത് ജനസിസ് 17:16 ഞാൻ അവളെ അനുഗ്രഹിക്കും. പറഞ്ഞേ, അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. ഇത് യേശു ആണെന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യം കുറച്ച് എളുപ്പമാകും. എന്താ കാര്യം? ഈ വാഗ്ദാനങ്ങളെല്ലാം നമ്മൾ ജനതകളെ പ്രാപിക്കുന്നത് ഇസഹാക്കിലൂടെയല്ല, യേശുവിലൂടെയാണ്. അതുകൊണ്ടാണ് കൊറിന്ത്യൻസ് പറയുകയും, അതായത് സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്നാണ്. ശ്രുതികടെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികടെ. രണ്ട് കൊരിന്ത്യർ 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും, പറഞ്ഞ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പൊ ഈ രണ്ട് വചനങ്ങൾ ഇപ്പൊ ഇതിന് എന്തിനോട് യോജിക്കേണ്ടത്? ഞാൻ അവളെ അനുഗ്രഹിക്കും. അതായത് ജനസിസ് 17, ഉൽപ്പത്തി 17:16 കൂടെയാണ് 2 കൊരിന്ത്യർ 1:20 ചേർത്ത് വെക്കേണ്ടത്. എന്നാൽ മാത്രമേ വാഗ്ദാനത്തിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, വാഗ്ദാനപ്രകാരമുള്ള സന്തതികളെ പരിശുദ്ധ അമ്മയിലൂടെയാണ് ലോകത്തിന് വരണത്. ഈശോ ആണ് ആദ്യ സന്തതി, പ്രഥമ ജാതൻ എന്ന് പറയുന്നത്. ഈശോയാണ് വാഗ്ദാനങ്ങളുടെ സാകല്യം. അതുകൊണ്ട് 2 കൊരിന്ത്യൻസ് 1:20 പറയും. എന്താ പറയണത്? സകല വാഗ്ദാനങ്ങളും, പറഞ്ഞേ, സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെയാണ്. അപ്പൊ ദൈവത്തിന്റെ മുഴുവൻ വാഗ്ദാനങ്ങളും നമുക്ക് ലഭിക്കുന്നത് ആരിൽ നിന്നാണ്? അമ്മയിൽ നിന്ന് പിറന്ന ക്രിസ്തുവിലൂടെയാണ്. അതാണ് എൻ്റെ വിഷയം. ഈ അമ്മയ്ക്ക് അനുഗ്രഹം എങ്ങനെ കിട്ടുന്നതാണ്?
അത് ജനേസിസിൽ നിന്ന് കിട്ടണം. ഞാൻ അവളെ അതായത് ഉൽപ്പത്തി 17:16 അതായത് ഞാൻ അവളെ അനുഗ്രഹിക്കും. പറഞ്ഞേ, ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും, അവൾ ജനതകളുടെ മാതാവായിരിക്കും. ഇതൊരു പാരലൽ ടെസ്റ്റാണെന്നാണ് ഞാൻ പറയുന്നത്. കത്തോലിക്ക പ്രബോധനം അല്ല, പക്ഷേ ഇതൊരു പാരലൽ ടെസ്റ്റാണ്. ബൈബിളിൽ എപ്പോഴും ഉണ്ടാകുന്ന വിഷയം ഷാഡോ വേഴ്സ് ഉണ്ടാവും, പാരലൽ ടെസ്റ്റ് ഉണ്ടാവും. പുതിയ നിയമത്തിലെ അഭിഷേക യാഥാർത്ഥ്യങ്ങളും രക്ഷാകര സംഭവങ്ങൾക്കെല്ലാം പാരലൽസ് ഉണ്ടാവും, സമാന്തര സുവിശേഷങ്ങൾ എന്ന് നമ്മൾ പറയുന്ന പോലെ സമാന്തര വചനങ്ങൾ. മാതാവിൻ്റെ മാതൃത്വത്തെ ലോക ജനതയുടെ പൊതുമാതാവായി പരിശുദ്ധ അമ്മയെ സുവിശേഷം ദൈവവചനം പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ഒരു സമാന്തര ടെസ്റ്റാണിത്. ആ രീതി വായിക്കുമ്പോഴാണ് ഈ 2 കൊറിന്ത്യൻസ് 1:20 എന്താണ് സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ, സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്നാണ്. അപ്പൊ എന്താ ഉടമ്പടിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? വംശം മുറക്കുള്ള ഇപ്പൊ 8:9 റോമ 8:9 എന്താ പറയണത്? വംശം മുറക്കുള്ള സന്തതി പരമ്പരകളുണ്ടാകും, അതേസമയം തന്നെ വാഗ്ദാന പ്രകാരമുള്ള സന്തതി പരമ്പരകളുണ്ടാകും. സ്വാഭാവികമായിട്ട് മാനുഷികമായി പറഞ്ഞാൽ ബൈ മെറിറ്റ് നമുക്ക് സന്താനം ഉണ്ടാകുന്നത് വംശമുറക്കാണ്. ബൈ ഗ്രേസ് ഉടമ്പടി എന്താ വർക്ക് ചെയ്യണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ നമ്മൾ റോമ 9:8 വായിച്ചേ, ശ്രുതികട്ടെ ഹല്ലേലൂയ. വംശമുറയ്ക്കുള്ള മക്കളല്ല, ഒന്ന് പറഞ്ഞേ, വംശമുറക്കുള്ള മക്കളല്ല, ദൈവത്തിന്റെ മക്കൾ, പ്രത്യുത വാഗ്ദാന പ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ വാഗ്ദാന പ്രകാരം ജനിച്ച മക്കളാണ് ആര്? ദൈവത്തിൻ്റെ മക്കള്. ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ അവകാശികൾ. ഈ മക്കളുടെ പ്രഥമ അവകാശം എന്താണ്? ക്രിസ്തുവാണ്. കാര്യം എന്താണ്? സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിലാണ് ആമേൻ പറയണത്. ഈ വചനത്തിൻ്റെ ഈ ലിങ്ക് പോകുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ യോഹന്നാൻ 19:27 വായിച്ചാൽ കുറച്ചുകൂടി ഒരു വെളിച്ചം കിട്ടും നമുക്ക്. യോഹന്നാൻ 19:27 ശ്രുതികട്ടെ. യോഹന്നാൻ 19:27 അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അന്ന് മുതലാണ് പുതിയ ജനത ഉണ്ടാകുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങൾക്കും അവകാശികളായി മാറുന്നു. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും, അവൾ ജനതകളുടെ മാതാവാകും. പ്രൈസ് ദി ലോർഡ്. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കം ഉത്ഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാം എബ്രാഹത്തിന് കൊടുക്കുന്ന വാഗ്ദാനങ്ങളാണ്. പക്ഷേ ഇസ്ഹാക്കിലൂടെ അത് നിറവേറണില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് 2 കൊറിന്ത്യൻസ് 1:20 പറയണത് സകല വാഗ്ദാനങ്ങളും നിറവേറണത് ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ അമ്മയാണ് ഇവിടെ അവളെന്ന് പറയുന്നതെന്ന് പാരലൽ ടെസ്റ്റായിട്ട് ഞാൻ പറയാൻ കാരണം. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അതായത് എബ്രാഹത്തിന് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾക്ക് അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഗ്ദാനം കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വാഗ്ദാനത്തിന് ഒരു ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്ന പോലെ അംബിഗസ് ആയിട്ടിരിക്കും ചില സമയത്ത്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് വാഗ്ദാനം പൂർണ്ണമല്ലാതിരുന്നു എന്നുള്ളത്. ഒരു മറിയമാണ് എല്ലാത്തിനെയും പൂർണ്ണമാക്കണത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോൾ തന്നെ അനിതയുടെ കാര്യം എടുക്കാം. അനിത ഉടമ്പടി ചെയ്യുമ്പോൾ അനിതയ്ക്ക് എന്താ സംഭവിക്കണത്? പെട്ടെന്നാണ് ടൈം. ഇപ്പോൾ ഇത്രയും നാളിൻ്റെ അനിതയുടെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? ഇപ്പോൾ എന്താ സംഭവിക്കണം? അനിതയ്ക്ക് വരാൻ പോണത് ഉടമ്പടി എടുത്തോടു കൂടി അവൾ പറയണത് ഉടമ്പടി ചെയ്തതോടുകൂടി എന്തോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പോലെ എനിക്ക് തോന്നാൻ തുടങ്ങിയെന്ന്. അതായത് അത് ഈ സഞ്ചാരി മാതാവിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഇപ്പോൾ ഈ അനിത മാത്രമല്ല, ഒത്തിരി പേർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ മാതാവ് ഇങ്ങനെ കൂടെ നിൽക്കുന്ന കാരണം, കൂടെ വരുന്ന കാരണം
അവരെ ഒരു പണ്ട് ഇല്ലാത്തൊരു ആത്മവിശ്വാസം ഇങ്ങോട്ട് കയറും, ആത്മധൈര്യം വരും. ആത്മധൈര്യം വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്കൊരു ആത്മധൈര്യം വന്നാൽ അതിൻ്റെ അർത്ഥം ദൈവ സാന്നിധ്യം വരുമ്പോഴാണ് നമുക്ക് ആത്മധൈര്യം വരണത്. ഈ ആത്മധൈര്യം ഈ ഉടമ്പടിയിൽ ഭയങ്കരമായ രീതിയിൽ വിശ്ലേഷിക്കേണ്ട ഒരു പരീക്ഷണ വസ്തുവാണ് ആത്മധൈര്യം. എന്നാൽ ജോഷുവയുടെ പറയുന്നതാണ് ശക്തനും ധീരനുമായിരിക്കുക, അല്ലേ? 1:9 നമ്മൾ വായിക്കണല്ലേ ജോഷുവ, അല്ലേ? വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ജോഷുവ 1:9. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ധൈര്യം വരണം എപ്പോഴാണ്? ദൈവം കൂടെ വരുമ്പോഴാണ്. ഇപ്പം അനിത ഉടമ്പടി എടുത്തു. അനിതയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ അനിത പറയണത് ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്തോ ഒരു വല്ലാത്ത ധൈര്യം തോന്നാൻ തുടങ്ങി. എന്താ കാര്യം? നമ്മളൊക്കെ ധൈര്യം തോന്നാൻ തുടങ്ങി കഴിഞ്ഞാൽ ബിബ്ലിക്കലായിട്ട് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഞാനുണ്ടായിരിക്കും. ദാറ്റ്സ് എ പ്രോമിസ്. അതൊരു വാഗ്ദാനമാണ്. നീ പറഞ്ഞ മക്കളെങ്കിൽ അവകാശികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദാനത്തിൻ്റെ അവകാശികളാണ്. അതൊരു വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ വരും. അതിൻ്റെ ഈ നെറ്റ് ഇഫക്റ്റ് എന്താണ്? ശക്തനും ശക്തിയും ധൈര്യവും. കൈയിട്ടിച്ച് കർത്താവേ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് നിങ്ങളെപ്പോഴും ഉടമ്പടിയിലായിരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും യു ആർ ഓൾവേസ് ബോദറിങ് അബൌട്ട് ദ ക്യാഷ് ആൻഡ് കൈൻഡ്. എനിക്കങ്ങനെ തോന്നിയിരിക്കണേ. നിങ്ങൾ ഈ സ്ഥാവര ജംഗമ വസ്തുക്കളെക്കുറിച്ച് അതിൻ്റെ വരവിനെയും പോക്കിനെയും കുറിച്ചാണ് കൂടുതൽ ഉടമ്പടിയിൽ കെട്ടുപിടഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്താ ഇതിൻ്റെ ഒറിജിനൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത്? പ്രസൻസാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ബാഹ്യമായ അടയാളങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്താണ്? നമുക്കൊരു ആന്തരികമായ ധൈര്യം തോന്നും. അതെന്താണ്? അത് ജോഷുവ 1:9 അനുസരിച്ചുകൊണ്ടാണ്. ജോഷുവ 1:9 അനുസരിച്ചുകൊണ്ടാണ് ആ ധൈര്യം തോന്നണത്. അപ്പോൾ നിങ്ങൾക്കൊരു ധൈര്യം തോന്നി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അടൂരെന്ന് റോയി സുധ അങ്ങനെ ഒരു ദമ്പതികളുടെ നമ്മുടെ യൂട്യൂബിലുണ്ട് ആ സാക്ഷ്യം. ഞാൻ റോയിയുടെ സുധയുടെ സാക്ഷ്യങ്ങളെ അനലൈസ് ചെയ്ത് നോക്കിയായിരുന്നു. റോയിയുടെ വിഷയം നോക്കണം. അവർ 6 കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല. അപ്പം 6 കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടിയുടെ പെർസ്പെക്റ്റീവിലാണ് അവർ വരണത്. പിന്നീട് അത് പരിധിയിലായി. 5 കൊല്ലം കഴിഞ്ഞാൽ ഉടമ്പടിയുടെ പരിധിയിലാവും. 5 കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ 5ാമത്തെ കൊല്ലം നിങ്ങൾ ഉടമ്പടി പരിധിയിലാവും. കാര്യം സാധാരണ മെഡിക്കേഷൻ കൊണ്ട് സാധിക്കത്തില്ലെന്ന് മനസ്സിലാവും. പിന്നെ ലക്ഷങ്ങൾ ഇനി അത് നടക്കണമെങ്കിൽ തന്നെ പിന്നെ ലക്ഷങ്ങൾ ചിലവാകും. 5 കൊല്ലം കഴിഞ്ഞിട്ടും വൈദ്യശാസ്ത്രത്തിലൂടെ മക്കളെ കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷേ അതിൻ്റെ നിങ്ങൾ ചിലവ് ചോദിച്ചോ? അവരുടെ എന്ത് ചിലവായെന്ന് ചോദിച്ചാൽ ഒരു കൊച്ചിന് 10 കൊച്ചിൻ്റെ പൈസ ചിലവായിട്ടുണ്ട് അവർക്ക്. ബൈബിൾ കർത്താവ് കുഞ്ഞിനെ തരുമ്പോൾ ഈ ചിലവൊന്നും ഉണ്ടാകത്തില്ല. അതാണ് വ്യത്യാസം. അതാണ് വംശം പിറക്കും വാഗ്ദാന പ്രകാരം നമ്മൾ വ്യത്യാസം. അതാണ് ഇപ്പോൾ റോയി എന്താ പറയണത്? വി ഹാവ് ട്രൈഡ് ഓൾമോസ്റ്റ് ഓൾ ദി മെഡിക്കൽ ഓപ്ഷൻസ് എന്നാണ് പറഞ്ഞത്. അയാൾ എബ്രോഡല്ലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. ഭാര്യയും ഭർത്താവും വിദേശത്തായിരുന്നു. അപ്പോൾ വിദേശത്ത് 6 കൊല്ലം ജീവിച്ചിട്ട് ഓൾമോസ്റ്റ് ഓൾ അവർക്ക് അവിടെ ലഭ്യമായിട്ടുള്ള മക്കളെ ജനിപ്പിക്കാൻ ആവശ്യമായ എല്ലാവിധ നിലവിലുള്ള സാങ്കേതിക വിദ്യകളെല്ലാം അവർ പണം മുടക്കി നടന്നേ അവസാനം പരാജയപ്പെട്ടു. അവർ നാട്ടിലേക്ക് പോരുകയാണ്. മക്കളില്ലാതെ വിദേശത്ത് നിന്നിട്ട് എന്നാ കാണിക്കാനാണെന്ന് വെച്ചുകൊണ്ട് അവർ നാട്ടിലോട്ട് പോരുകയാണ്. നാട്ടിലോട്ട് പോയി 2 പേരും കൂടി അങ്ങനെ നിരാശപ്പെട്ട് മദ്രാസിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അടൂരുകാരാണ്. മദ്രാസിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെന്നൈയിൽ അവർ അങ്ങനെ 2 പേരും ജോലി കണ്ടുപിടിച്ചു. എക്സ്പെർട്ടുകളാണ്. ജോലി കണ്ടുപിടിച്ചപ്പോൾ പെട്ടെന്ന് ഈ റോയിയുടെ സങ്കടങ്ങളൊക്കെ അയാളുടെ ഓണറിനോട് പറയും. ഇടയ്ക്ക് ഓണറിനോട് പറഞ്ഞ് ഞാനിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് അവിടെ നിന്ന് പോകുന്നത്, മക്കളില്ലാതെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾ ട്രൈ ചെയ്യാനുള്ള എല്ലാ മെഡിക്കേഷൻ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഈ ഓണർ പറയുവേ, നിങ്ങൾ വന്ന് എൻ്റെ വൈഫ് മിനിയോടൊന്ന് സംസാരിക്കാൻ പറയും. വിറ്റാണ് ഭയങ്കര. അപ്പോൾ നിങ്ങൾ ഓർക്കരുത് മിനി ഗൈനക്കോളേജിൽ എക്സ്പെർട്ടാണെന്ന് വിചാരിക്കരുത്. മിനിയോട് സംസാരിക്കാൻ പറയും. രാവിലെ പുള്ളി വണ്ടി അയച്ചു കൊടുക്കും. എന്നിട്ട് റോയും സുധയും കൂടി വണ്ടിയെ കയറി ഓണറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഓണറിൻ്റെ വൈഫ് മിനി ഇവരെ സ്വീകരിക്കും. എന്നിട്ട് ഇവരുടെ മിനി എന്താ പറയണത്? കൃപാസനം മാതാവിനെക്കുറിച്ചാണ് പറയണത്. അതാണ് വിഷയം. ആ സ്റ്റോറി പോണപ്പോക്ക് വളരെ ആ സ്റ്റോറിയുടെ സഞ്ചാരം നിങ്ങൾ ശ്രദ്ധിക്കണം.
ഇവരും നല്ല ശരിക്കും ഇൻവെസ്റ്റ്മെൻ്റുള്ള ലേഡിയാണ്. ആരാണ് ഈ ഓണറിൻ്റെ വൈഫ്. അവർ ചെന്ന് ഇന്ന് ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് മാതാവിനെ കണ്ട് ലോക്യവും പറഞ്ഞ് കുട്ടും കൂടി പ്രാർത്ഥിച്ചൊക്കെ പോണ ആളാണ്. അപ്പോൾ മാതാവിൻ്റെ എനിക്കവരാന്നും അറിയത്തില്ല. അവരിങ്ങനെ എന്തുമാത്രം അനോണിമസ് ആയിട്ടുള്ള മാതാവിൻ്റെ മക്കളുണ്ട്. അവർ അമ്മയുമായിട്ടുള്ള ട്രാഫിക്കാണ്. നമുക്ക് അതിനകത്ത് പങ്കൊന്നുമില്ല. ഇങ്ങനെ ഓരോരുത്തരും ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള അനോണിമസ് ആയിട്ടുള്ള അജ്ഞാത ശിശുക്കളുണ്ടല്ലോ എന്ന് ഓർക്കണം മാതാവിന് പറയും. അതങ്ങനെ കുറേ അവർ പല ആൾക്കാരും മാതാവിൻ്റെ മുഖത്തോട് നോക്കിയിട്ട് പോകും, ചിലരുടെ വർത്താനം പറഞ്ഞിട്ട് പോകും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം മിനി പറഞ്ഞ് കുഴപ്പമില്ല, നിങ്ങളൊരു ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. കാര്യം ഭയങ്കര കോവിഡാണ്, ഇതെല്ലാം ബ്ലോക്കാണ്, ഇങ്ങോട്ട് വരാനൊന്നും പറ്റത്തില്ല. അപ്പം മിനി അവരോട് പറഞ്ഞ് നിങ്ങളൊരു ഓൺലൈൻ ഉടമ്പടി എടുക്കാം. ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത കാലത്ത്, കോവിഡ് കാലത്ത് അമ്മ തന്നൊരു വരദാനമാണ് ഓൺലൈൻ ഉടമ്പടി. ഇപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെടാനൊക്കെ വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ്. ലൈറ്റൊക്കെ അതിൻ്റെ പ്രക്രിയസ്റ്റാണ് ആദ്യം തന്നത്. എന്ത് തൊട്ടാലും അമ്മ അതിന് ആൻസർ ചെയ്യും. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ജപമാല അടിസ്ഥാനപ്പെട്ട് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയല്ലേ. ഭയങ്കര ഡെപ്പോസിറ്റ് അതിന് ലൈറ്റൊക്കെ ക്യാൻഡലിനും അതുപോലെ. അതിപ്പോൾ ഞങ്ങൾ ഫോൺ എടുക്കുന്നത് കൂടിയില്ല, നിങ്ങൾ ചുമ്മാ അടിച്ചാൽ മതി. അമ്മയുടെ പേരിൽ ഒരു മധ്യസ്ഥം അടിച്ചാൽ അതിന് അമ്മ ആൻസർ ചെയ്യും. കാര്യം 2003 ജപമാലകളെല്ലാം എത്രയോ കോടിക്കണക്കിന് ജപമാലകളല്ലേ ഇതിൻ്റെ ആസ്തിയായിട്ട് നിരത ദ്രവ്യമായിട്ട് വെച്ചിരിക്കണത്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് വർക്ക് ചെയ്യണ കാരണം. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, അച്ഛാ ഉടമ്പടി ചെയ്ത് 2015 തൊട്ട് 19 വരെ ഉടമ്പടി ചെയ്തിട്ടുള്ള അതിൻ്റെ അനുഭവം കിട്ടിയ ആൾക്കാർ ഓൺലൈൻ ചെയ്തിട്ട് അവർ മൈൻഡ് ചെയ്യില്ല. പലരും താഴെ കമൻറ്റ് ചെയ്ത് ഓൺലൈൻ ഉടമ്പടി ഞങ്ങൾ ലോഞ്ച് ചെയ്തപ്പോൾ താഴെ കമൻറ്റ് ചെയ്ത് ഇത് നമ്മുടെ യഥാർത്ഥ ഉടമ്പടിയാണോ, ഇത് യഥാർത്ഥ ഉടമ്പടി ഫലം ചെയ്യുമോ, ഇതെങ്ങനെ ഇത് വർക്ക് ചെയ്യണത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരോട് സംശയങ്ങൾ പറഞ്ഞു. പക്ഷേ അമ്മ ആ കാലത്ത് പട്ടിണിക്കാലത്ത് തന്ന ഒരു ഭക്ഷണമാണത് അല്ലേ. കോവിഡ് എല്ലാ ധ്യാനകേന്ദ്രവും അടച്ചു കഴിഞ്ഞപ്പോഴേ നെക്കിക്കളിയിലാഞ്ഞ കാലത്ത് അമ്മ തന്ന ഒരു സെർവിങ് ഓഫ് ഫുഡാണ്. അമ്മ ഫുഡ് സെർവ് ചെയ്ത ഒരു അമ്മ ഭക്ഷണമാണത് ഓൺലൈൻ ഉടമ്പടി. അപ്പോൾ ഇവർ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ മിനിയുടെ ആ പറച്ചിൽ ഭയങ്കര ഗംഭീരമായതുകൊണ്ട് ഇവർ ഇതെന്താ സംഭവം, കമ്പ്യൂട്ടറെ ഇങ്ങനെ അടിച്ച് കയറ്റണമല്ലേ. അപ്പോൾ കമ്പ്യൂട്ടർ അടിച്ച് കേൾക്കുമ്പോൾ ഭാര്യ പ്രഗ്നൻ്റ് ആകുക. യുക്തിവാദിക്കൂടെ അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ചാൽ അവർ തെറ്റ് പറയാൻ പറ്റത്തില്ല. കമ്പ്യൂട്ടറെ പേരടിച്ച് കയറ്റിയാൽ ഉടനെ ഭാര്യ പ്രഗ്നൻ്റ് ആകുക. സയൻറ്റിഫിക്കായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ 6 കൊല്ലം കാശ് മുടക്കി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാനമായിട്ട് കമ്പ്യൂട്ടറെ അടിച്ച് കയറ്റിയെന്ന് പറഞ്ഞ് ഭാര്യ പ്രഗ്നൻ്റ് ആകുക എന്ന് വേണമെങ്കിൽ യുക്തിവാദിക്ക് ചോദിക്കാം. ഇത് യുക്തിയുടെ മേഖലയല്ല, ഇത് വിശ്വാസത്തിൻ്റെ ഒരു മേഖലയാണ്. അത് യുക്തിവാദിക്ക് ഒരിക്കലും 2 ജന്മം കഴിഞ്ഞാലും മനസ്സിലാകത്തില്ല. പക്ഷേ അവൾ 2 ആഴ്ചക്കുള്ളിൽ പ്രഗ്നൻ്റായി. പ്രൈസ് ലോർഡ്. അതാണ് സുധ ഉടനെ പ്രഗ്നൻ്റായി. അപ്പോഴേ അവർക്ക് എങ്ങനെയെങ്കിലും കയർ പൊട്ടിച്ച് എന്ത് ലോക്ക്ഡൗൺ ആണെങ്കിലും ഇവിടെ വരണമെന്ന് തോന്നി. അങ്ങനെ ഇവർ വന്ന് അവർ തീർത്ഥാടനം ഉടമ്പടിക്കാൻ പറ്റത്തില്ല. അതായത് ഇവിടെ വന്ന് പുറത്തുനിന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ അകലെ നിന്നൊക്കെ ആൾക്കാർ 100-300 കിലോമീറ്റർ അകലെ നിന്ന് വരും. എന്തിനാണ് വന്നത്? ഇതിൻ്റെ വാതിക്കൽ നോക്കി നിന്നിട്ട് പോകാൻ വന്നതാണ്. ഈ ഉടമ്പടിക്കാലത്ത്, ഈ കോവിഡ് കാലത്ത് മനുഷ്യൻ വിശ്വാസികൾ ജീവിച്ച ഒരു ജീവിതമാണ്. ഞാൻ എപ്പോൾ നോക്കിയാലും 10-50 പേര് അവിടെ നിൽക്കണ കാണാം. ഇങ്ങനെയുള്ള നിപ്പ് ഞാൻ കണ്ടിരിക്കുന്നത് കരയുന്ന മതിലിൻ്റെ അടുത്താണ് നിന്നത്. ഇസ്രയേലിൽ പോയപ്പോഴേ ജെറുസലേം ദേവാലയത്തിന് മതിൽ നിൽക്കുന്നുണ്ട് അവിടെ ഇപ്പോഴും. അവിടെ യഹൂദന്മാരെല്ലാം വെയിലത്ത് കൊച്ചും കുഞ്ഞും 2 വയസ്സ് തൊട്ട് 10-80 വയസ്സ് വരെയുള്ള ആൾക്കാർ കുടുംബസമേതം ഈ മതിലേൽ ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് ആടി സങ്കീർത്തനം പ്രാർത്ഥിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് ഈ കോവിഡ് കാലത്ത് ആൾക്കാർ ഇവിടെ നിന്ന് മണിക്കൂറോളം നിന്ന് പ്രാർത്ഥിച്ച് അവസാനം പോലീസ് വരുന്ന അവരെ തല്ലി ഓടിച്ച്, അങ്ങനെയൊക്കെ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ പോലീസ് വന്ന് അമ്മയുടെ മക്കളെ തല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്രയും ഞാൻ പറഞ്ഞത്. ഞാൻ പോലീസിനെ വിളിച്ച് ചോദിക്കാനൊന്നും പോയില്ല. പക്ഷേ ആ തല്ലിയ പോലീസ് CI തന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നമ്മളുമായിട്ട് വലിയ ലോക്യവും അടുപ്പമായി പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞങ്ങൾ അതാണ് എൻ്റെ അത്. അപ്പം നിങ്ങളെപ്പോഴും ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ മസിൽ ഉപയോഗിക്കാതിരിക്കാൻ മണി പവർ, മസിൽ പവർ, മരിയൻ പവർ. അപ്പം ഞങ്ങൾ മരിയൻ പവറാണ് ഉപയോഗിക്കണത്. ഇപ്പോൾ എന്തെല്ലാം ട്രോളൊക്കെ ഉണ്ട്, ഞങ്ങൾ വല്ല തിരിച്ച് ട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നീതീകരിക്കാൻ വരുക. ഒരു പരിപാടിയില്ല. ഇത് ഇപ്പോൾ ചില ട്രോളിൻ്റെ താഴെയൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യണം, എന്താണ്, പട്ടി കുരച്ചുകൊണ്ടിരിക്കും രഥം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമെന്ന്. അതാണ്, പട്ടി കുരച്ചുകൊണ്ടിരിക്കും രഥം. അത് കൃപാസനം അനുഭവിച്ചിട്ടുള്ളവരാണ് തന്നെത്താൻ പറയണതാണ്, തന്നെത്താൻ അടിച്ചു കയറ്റുന്നതാണ് അതിൻ്റെ അകത്ത്. പട്ടി കുരച്ചുകൊണ്ടിരിക്കും രഥം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് കറക്റ്റാണ്. എനിക്ക് കേട്ടപ്പോൾ ചിരി വന്നു പോയി. കാര്യം വെച്ചാൽ നമ്മൾ ആ തിരിച്ച് ട്രോളാനൊന്നും പോകത്തില്ല. ഇത് അമ്മയുടെ ഒരു മിഷനാണ്. ഇത് വിജയത്തിലെത്തിക്കുന്നവരെ, നീതിയെ വിജയത്തിലെത്തിക്കുന്നവരെ ചതഞ്ഞ ഞാങ്കണ ഉടിക്കത്തില്ല, പുകഞ്ഞ തിരി കെടുത്ത് ഇത് മുന്നോട്ട് തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമോ. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെയൊക്കെ ഒരു വൈബ് നോക്കിയേ. അവരവിടെ വന്നിട്ട് ഏത് കോവിഡ് ആണെങ്കിലും ശരി, പോലീസിൻ്റെ അടികൊണ്ടായാലും അടഞ്ഞ കൃപാസനം വാതിനകത്തേക്ക് നോക്കി കണ്ണീരിട്ട് നിൽക്കുന്നൊരു മനുഷ്യൻ. അതാണ് ഇതിൻ്റെ ആസ്തി എന്ന് പറയുന്നത്.
സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ തകർച്ചയുടെ കാലഘട്ടങ്ങളില് നിന്റെ സന്നിധിയിൽ മാത്രം അഭയം പ്രാപിക്കാനുള്ള വലിയ കൃപ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദാനം ചെയ്യണമേ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ.